കഴിഞ്ഞ ഡിസംബർ തൊട്ട് തന്നെ ബോധ്യപ്പെട്ട് തുടങ്ങിയതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത്. അതിനുശേഷം പിന്നീട് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഒന്ന് 10 വർഷം ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉന്നയിച്ചു. അതിന്റെ ഉത്തരം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ചു കാണണം. രണ്ടാമത്തെ കാര്യം, UDF കൊണ്ടുവന്ന ഗ്യാരണ്ടി, 5 ഗ്യാരണ്ടി ഉണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട്. അതുകൂടാതെ അവരുടെ പ്രകടന പത്രിക. ഇതിന് പുറമെയാണ് രാഷ്ട്രീയമായ നിലപാടുകളിലെ ഉറപ്പ്. എന്ന് വെച്ചാൽ UDFന് ഒരു നിലപാടുണ്ട്, രാഷ്ട്രീയ നിലപാടുണ്ട്, സമുദായ സംഘടനകളെ കുറിച്ച്, അതുപോലെ രാഷ്ട്രീയ മുന്നണി ബന്ധങ്ങളെ കുറിച്ചൊക്കെ ഒരു നിലപാടുണ്ടായിരുന്നു. നേരെ മറിച്ച് LDFന് ഒരു രാഷ്ട്രീയ നിലപാടും ഉണ്ടായിരുന്നില്ല. അവസാനത്തെ SDPI ബന്ധത്തെക്കുറിച്ച് ഓർക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് പുറത്തു വന്ന 8 എക്സിറ്റ് പോളാണ് എന്റെ മനസ്സിലുള്ളത്. അതിൽ കൂടുതൽ വന്നോന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് എല്ലാം കാണാൻ പറ്റിയിട്ടില്ല. 8 എക്സിറ്റ് പോളുകൾ പറയുന്നത് UDF അധികാരത്തിൽ എത്തുന്നതാണ്. എന്ന് വെച്ചാൽ അതിന്റെ ഏതാണ്ട് ശരാശരി ഒരു 80 മണ്ഡലങ്ങളിലെങ്കിലും UDF ജയിക്കുമെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം 80, 90 വരെയും 94 വരെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ശരാശരി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വെച്ച് നോക്കുമ്പോൾ 1970 111 സീറ്റ് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിന് കിട്ടി. അതിനുശേഷം AK ആന്റണിക്ക് 2001 100ലധികം സീറ്റ് കിട്ടി. പിന്നീട് LDF ഗവൺമെന്റ് പിണറായി ഗവൺമെന്റിനാണ് 90ലധികം സീറ്റ് കിട്ടിയത്. അതിനുശേഷം ശരാശരി കേരളത്തിലെ ഒരു രാഷ്ട്രീയമായ മുന്നണി ബന്ധത്തിൽ വരുന്ന ഈ മണ്ഡലങ്ങളുടെ വ്യത്യാസം 60-80 എന്ന നിലയ്ക്കാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ എന്തായാലും UDF അധികാരത്തിലെത്തും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അത് 80 മുതൽ മേലോട്ട് എന്നാണ്. 80 മുതൽ മേലോട്ട് എന്ന് പറയുമ്പോൾ അത് എത്ര വേണമെങ്കിലും ആകാം. എന്തായാലും ഒരു 100, 102, 103 വരെയൊക്കെ എത്താനുള്ള സാധ്യത പൊതുവെ കാണുന്നുണ്ട്. ചിലപ്പോൾ 90നും 80നും ഇടയ്ക്ക് നിന്നേക്കാം, 80നും 90നും ഇടയ്ക്ക് നിന്നേക്കാം. എന്തായാലും എല്ലാ എക്സിറ്റ് ഫലങ്ങളും UDFന് അനുകൂലമാണ്. നേരെ മറിച്ച് 5 വർഷം മുമ്പ് ഒരു എക്സിറ്റ് പോൾ എന്റെ ഓർമ്മയിൽ അത് UDFന് അനുകൂലമായിട്ടായിരുന്നു, ബാക്കി എല്ലാം LDFനായിരുന്നു. ഇത്തവണ എല്ലാം UDFന് ആയിട്ട് സൂചന വരുമ്പോൾ വ്യക്തമായൊരു ഭരണമാറ്റം കേരളം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാ എക്സിറ്റ് പോളിലും ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കേരളത്തിൽ UDF അധികാരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനു മുമ്പ് നടന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. അതിപ്പോ ഏത് രീതിയിലാണ്, ഇപ്പൊ ഹരിയാന നമ്മൾ കണ്ടു, അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ബീഹാറില് മഹാസഖ്യം എക്സിറ്റ് പോളിൽ പുറത്തായിരുന്നു. പക്ഷെ അധികാരത്തിലെത്തിയത് നിതീഷ് കുമാറിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള മഹാസഖ്യമായിരുന്നു. കഴിഞ്ഞ തവണ ഹരിയാന നമ്മൾ കണ്ടതാണ്. അതൊക്കെ പുറം സംസ്ഥാനങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എക്സിറ്റ് പോൾ വെച്ചുകൊണ്ട് തന്നെയാണ് അധികാരമാറ്റം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വലിയ മാറ്റം ഉണ്ടാവും ഞാൻ കരുതുന്നില്ല. പക്ഷേ യഥാർത്ഥ ഫലം എന്ന് പറയുന്നത് ജനങ്ങൾ വിധി എഴുതിയ ഫലം വരുന്നത് മെയ് 4 അതുവരെ കാത്തിരിക്കണം. അതുവരെയുള്ള സൂചന വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണെന്ന് ജനങ്ങൾ വിധി എഴുതി എന്നാണ്. നോക്കുമ്പോൾ താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? പല രീതിയിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതിനകത്ത് ടുഡേസ് ചാണക്യാണ് ഏറ്റവും കൂടുതൽ പ്രവചിക്കുന്നത്. 3 മുതൽ 7 സീറ്റ് വരെയാണ് NDAക്ക് പ്രവചിക്കുന്നത്. ടുഡേസ് ചാണക്യ അല്ല, NDAക്ക് തിരുവനന്തപുരം അവർ തന്നെ NDA തന്നെ പറയുന്നത് അവർക്ക് 3-4 സീറ്റ് കിട്ടുന്നുള്ളതാണ്. പക്ഷെ അത് കൃത്യമായിട്ട് എന്റെ ഒരു വിലയിരുത്തൽ വെച്ച് നോക്കുകയാണെങ്കിൽ BJP ആണല്ലോ NDA ഉദ്ദേശിക്കുന്നത്. BJPക്ക് വലിയ സാധ്യത ഞാൻ കാണുന്നില്ല. അവരുദ്ദേശിക്കുന്നത് കഴക്കൂട്ടവും നേമവും അതുപോലെ മഞ്ചേശ്വരവും വട്ടിയൂർക്കാവും ഒക്കെയാണ്. അപ്പൊ അതില് എത്രത്തോളം അതിലേക്ക് ഫലം എത്തുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, BJP ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും. അത് നിയമമാണോ അതോ മഞ്ചേശ്വരമാണോ എന്നൊക്കെ പറയാൻ പറ്റില്ല. എന്തായാലും ഒരു സീറ്റ് അവർ കണക്കാക്കുന്നുണ്ട്. കഴക്കൂട്ടത്ത് അവർക്ക് താല്പര്യമുണ്ട്, അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അതൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഒരു 3 മുന്നണി ഒരേപോലെ മത്സരിച്ച 4 മണ്ഡലങ്ങൾ ഇതാണ്. അത് വെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ NDAക്ക് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേട്ടതാണ്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇത് തൃശ്ശൂരിലത്തെ സുരേഷ് ഗോപിയുടെ ജയം മാത്രമാണ് ഉണ്ടായത്. അതിനു മുമ്പ് സുരേഷ് ഗോപിയുടെ ജയം ഉണ്ടായത് എന്താണ്? കൃത്യമായി എല്ലാ രാഷ്ട്രീയമായിരുന്നു? അല്ല. കാരണം സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാറിന് കിട്ടിയതാണ്. അതായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ്. ഒരു വ്യത്യാസം ഉണ്ടായില്ല. അവിടെ BJPക്ക് 6 ഡിവിഷൻ ഉണ്ടായിരുന്നത് 8 ഡിവിഷനായി. അത് ഒരു ഡിവിഷൻ മാർക്കറ്റാണ്. അപ്പൊ ഫലത്തിൽ 7 ഡിവിഷനേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് NDAക്ക് സീറ്റ് കിട്ടുന്ന പ്രവചിക്കുന്നുണ്ട്. ആ പ്രവചനം എങ്ങനെയാണെന്ന് BJP പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു സീറ്റ് അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് മഞ്ചേശ്വരമാണോ, കഴക്കൂട്ടമാണോ, നിയമമാണോ,
വട്ടിയൂർക്കാവാണോ എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല. നിയമമാണ് അവർ പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റ് എന്ന് ഞാൻ കരുതുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.